മരുന്നുകൾ പകുതി വിലയിൽ വിശ്വസ്തയോടെ ഇനി മേപ്പാടത്തും. ചേലക്കര മേപ്പാടം സെന്ററിൽ ജനനന്മ മെഡിക്കൽസ് പ്രവർത്തനം തുടരുന്നു. ഉതുവടിക്കും പാഞ്ഞാളിനും പിന്നാലെ നന്മ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച സേവനങ്ങൾ ഇനി മേപ്പാടത്തുകാർക്കും സ്വന്തം. ബ്രാൻഡഡ് മരുന്നുകൾക്ക് 10% മുതൽ വിലക്കിഴിവും ജനറിക് മരുന്നുകൾക്ക് 50% ലാഭവും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മരുന്നുകൾ ഓർഡർ ചെയ്യാൻ കുറിപ്പടികൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി. സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സഹായം, അതാണ് ജനനന്മ. ജനനന്മ മെഡിക്കൽസ്, മേപ്പാടം സെന്റർ, ചേലക്കര. മായന്നൂരിൽ 67 വയസ്സുകാരിയായ വീട്ടുജോലിക്കാരിയെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. വീട്ടമ്മ മുടിയിൽ പിടിച്ച് വലിച്ചിഴച്ചെന്നും വയറ്റിൽ ചവിട്ടിയെന്നും ആരോപിച്ച് പൈങ്കുളം സ്വദേശി നൽകിയ പരാതിയിൽ പഴയന്നൂർ പോലീസ് കേസെടുത്തു. മായന്നൂരിൽ 67 വയസ്സുകാരിയായ വീട്ടുജോലിക്കാരിയെ ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയിൽ വീട്ടമ്മയ്ക്കെതിരെ പഴയന്നൂർ പോലീസ് കേസെടുത്തു. പൈങ്കുളം സ്വദേശിനിയായ വിജയലക്ഷ്മിയാണ് തൊഴിലുടമയിൽ നിന്നും തനിക്ക് ക്രൂരമായി ശാരീരിക ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നതായി ആരോപിച്ച് പരാതി നൽകിയത്. സംഭവത്തിൽ മായന്നൂർ സ്വദേശിനി ഗ്രീഷ്മയ്ക്കെതിരെ പഴയന്നൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവങ്ങൾ നടന്നതെന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. മായന്നൂരിലുള്ള ഗ്രീഷ്മയുടെ വീട്ടിൽ ജോലിക്കെത്തിയ വിജയലക്ഷ്മി പാത്രം കഴുകുന്നത് ശരിയല്ലെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം തുടങ്ങിയതെന്നാണ് പോലീസിന് നൽകിയ മൊഴി. പരാതിക്കാരിയുടെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് ഹാളിലേക്ക് വലിച്ചിഴച്ചതായും തുടർന്ന് നിലത്തിട്ട് ക്രൂരമായി മർദ്ദിച്ചതായും വിജയലക്ഷ്മി ആരോപിക്കുന്നു. നിലത്തു വീണ് തന്നെ എഴുന്നേൽക്കാൻ അനുവദിക്കാതെ ഗ്രീഷ്മ വീണ്ടും തള്ളിയിട്ടെന്നും തുടർന്ന് വയറ്റിൽ ആഞ്ഞു ചവിട്ടിയെന്നുമാണ് വിജയലക്ഷ്മിയുടെ ഗുരുതരമായ വെളിപ്പെടുത്തൽ. ഈ ആക്രമണത്തിൽ ഇവരുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിക്കേൽക്കുകയും ചതവുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വിജയലക്ഷ്മി പറയുന്നത്. മർദ്ദനത്തിന് പിന്നാലെ ഭീഷണിപ്പെടുത്തിയതായും വിജയലക്ഷ്മിയുടെ പരാതിയിലുണ്ട്. പുറത്തു പറഞ്ഞാൽ കൊലപ്പെടുത്തുമെന്ന് ഗ്രീഷ്മ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിജയലക്ഷ്മിയുടെ മൊഴി പോലീസ് ആശുപത്രിയിലെത്തിയാണ് രേഖപ്പെടുത്തിയത്. വിജയലക്ഷ്മി ഉന്നയിച്ച പരാതിയുടെ ഗൗരവം കണക്കിലെടുത്ത് പഴയന്നൂർ പോലീസ് വിവിധ വകുപ്പുകൾ ചുമത്തി വീട്ടമ്മയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സംഭവത്തിൽ പഴയന്നൂർ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം CCVയുടെ നേരിട്ടുള്ള അന്വേഷണത്തിൽ വിജയലക്ഷ്മിക്കെതിരെ ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നും കൗണ്ടർ പരാതി പോലീസിന് ലഭിച്ചതായും മന്ത്രവാദം, ആത്മാവ് പോലുള്ള അന്ധവിശ്വാസ ജടിലമായ ചില ദുരൂഹതകളും കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ ഇരു കുടുംബങ്ങൾക്കുമിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട്. പണിയെടുക്കണ വീട്ടില് സ്ത്രീ അടിച്ചിട്ടാണ് അവിടെ കയ്യും കാലൊക്കെ ചവിട്ടി മുറിച്ച് എന്നെ ഈ പരുവത്തിലാക്കി. ആദ്യം അവരെ എന്നെ കൂട്ടിയിട്ട് വരുമ്പോൾ കാവിൽ കിടന്നാൽ മതി മാത്രമേ പറഞ്ഞത്. പിന്നെ അവരെ എൻ്റെ മേലുള്ള നല്ല സ്വഭാവത്തിൽ നിന്ന് എല്ലാ സ്വർണങ്ങളും അഴിച്ചഴിച്ച് മേടിച്ചു. 1 മാസം കഴിഞ്ഞിട്ട് എടുത്തു തരുന്നില്ല. ഇപ്പം തരാം, നാളെ തരാ പറഞ്ഞിട്ട് അത് ചോദിക്കണേനെ അവർ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ദിവസം നിരന്തരം എന്നെ അടിക്കുക, പീഡിപ്പിക്കുക. പിന്നെ അവർ പറയണ ഇനി ചോദിച്ചാൽ നിങ്ങൾ ഓരോ മക്കളെ ഞാൻ തട്ടും, എൻ്റെ കയ്യിൽ എല്ലാത്തിനുള്ള ആൾക്കാരുണ്ട്. ഈ വക ഭീഷണി, പുറത്തിറങ്ങാനോ ഒരാളോട് മിണ്ടാനോ ഒന്നും പാടില്ല, ഗേറ്റും ഒക്കെ പൂട്ടിയിട്ട് വിളിച്ച് ചെയ്യുക. അങ്ങനെ എന്നെ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് കുറേ കാലമായി, ഒരു 2 കൊല്ലത്തോളം പീഡിപ്പിച്ചു. ഈ സഹി കേട്ടപ്പോൾ ഞാൻ മതിൽ ചാടി രക്ഷപ്പെട്ടതാണ്. ശമ്പളം എനിക്ക് തരില്ല. എൻ്റെ ഈ 2 കൊല്ലത്തെ പെൻഷൻ കിട്ടുന്ന പൈസയൊക്കെ എന്നെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് അതൊക്കെ മേടിച്ച് അപ്പം ഒരു പേഴ്സിലിടും. ഒരു ഗുളികയാണെങ്കിൽ വാങ്ങി തരില്ല, വയ്യാത്ത തന്നെ. 2 ബ്ലോക്ക് കഴിഞ്ഞതെൻ്റെ. പിന്നെ 2 മണി വരെ രാത്രി ഇട്ട് പണിയിപ്പിക്കും. 4:30 അലാറം വെച്ച് നീപ്പിക്കും. അപ്പോൾ തുടങ്ങിയ പണി നിർത്താതെ പണിയണം. ഭക്ഷണമാണെങ്കിൽ അവർ ശരിക്കും എനിക്ക് തരില്ല, ഭക്ഷണം തരില്ല. ഓരോ നേരമൊക്കെ ഒരു ശേഖരശേ തരുള്ളൂ വിളമ്പിയിട്ട്. അതൊരു വെള്ളം പോലും അവർ തരാണ്ട് എനിക്ക് എടുത്ത് കുടിക്കാൻ പാടില്ല. അങ്ങനെ എന്നെ ഇതുവരെ ഇട്ട് പീഡിപ്പിക്കുക. ഈ വയ്യാണ്ട് ഈ തീരെ ആവശ്യമായപ്പോഴാണ് ഞാൻ മരിക്കുന്നേ ഉള്ളൂ, അവരെന്നെ കൊല്ലുന്നേ ഉള്ളൂ എന്ന് കണ്ടപ്പോഴാണ് ഞാൻ അവിടുന്ന് ചാടിയത്. ന്യൂസ് ഡെസ്ക് CCV.